ഹലോ ഫ്രണ്ട്സ്, മണി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. പലതും നിങ്ങൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് തന്നെയായിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ ട്രേഡേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകൾ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക്, അവരുടെ അനാലിസിസിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വെബ്സൈറ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ കുറേയൊക്കെ വെബ്സൈറ്റുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്, വളരെ കോമൺ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും എല്ലാവർക്കും എനിക്കറിയാം, പലരും അത് ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ക്ഷമിക്കുക. അല്ലാത്തവർക്ക്, അതായത് ചില ബിഗിനേഴ്സ് ആണെങ്കിലും ഇതുവരെ കാണാത്ത ഈ വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ticker-tape.in ഈ വെബ്സൈറ്റ് ഒറ്റ പേജിൽ വളരെ കുറച്ച് ഇൻഫർമേഷൻസ്, വളരെ ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 1 ഇയർ ചാർട്ട്, അതുപോലെ മാക്സ് ടൈം പീരീഡിന്റെ ചാർട്ട്, അതുപോലെ SIP ചാർട്ട്. പ്രൈസ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ഫീച്ചർ ആണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ആ ഒരു ട്രെൻഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ഫീച്ചേഴ്സ് പെയ്ഡ് ആണ്. അതുപോലെ സ്റ്റേറ്റ്മെന്റ്, കഴിഞ്ഞ 10 കൊല്ലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ്, അതുപോലെ ക്യാഷ് ഫ്ലോ, കഴിഞ്ഞ 10 കൊല്ലത്തെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ കമ്പനി ഇൻവെസ്റ്റർ പ്രസന്റേഷൻ, അതുപോലെ പിയേഴ്സ് ആൻഡ് കമ്പാരിസൺ, പ്രൈസ് കമ്പാരിസൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ട്രെൻഡ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ട്രെൻഡ്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഡിവിഡന്റിന്റെ ട്രെൻഡ്, കോർപ്പറേറ്റ് ആക്ഷൻ, എന്തെങ്കിലും അനൗൺസ്മെന്റ്സ്, ഇങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. finance.com വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണത്. ഒരു കമ്പനിയെ കുറിച്ച് കുറേ അധികം ഇൻഫർമേഷൻസ് അവര് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഓവർവ്യൂ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ക്വിക്ക് വ്യൂ, ഫോറൻസിക്സ്, മാർക്കറ്റ് ഷെയർ, റവന്യൂ മിക്സ്. ഏറ്റവും കൂടുതൽ ബിവറേജസ് വിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്റർനാഷണൽ ബിവറേജ് ബിസിനസ്സും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടീ, സോൾട്ട്, അതേഴ്സ്, ഇങ്ങനെ പ്രോഡക്റ്റ് വൈസ് ബ്രേക്കപ്പ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ലൊക്കേഷൻ വൈസ്, അതുപോലെ ഓപ്പറേഷണൽ മെട്രിക്സ്, എത്ര സ്റ്റോറുകൾ ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ്, അങ്ങനെ തുടങ്ങിയ കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിയർ കമ്പാരിസൺ ഇതിനകത്ത് അവൈലബിൾ ആണ്. ബ്രാൻഡ്സ്, ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് അവർ ചെയ്യുന്നത്, ടെറ്റ്ലി, ഹിമാലയൻ, ഗുഡർ, ക്ലോക്ക്. അതുപോലെ കണക്ഷൻസ്, സപ്ലയേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ കമ്പനി ഫയലിംഗ്, അതായത് ആനുവൽ റിപ്പോർട്ട്സ്, കോൺഫറൻസ് കോൾ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഫിനാൻഷ്യൽസിന്റെ താഴെ വന്നാൽ പ്രൈസ്, ഗ്രോത്ത് ടേബിൾ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതെല്ലാം 10 കൊല്ലത്തെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോസ്, ക്വാർട്ടർലി റിസൾട്ട്സ്, റിവേഴ്സ് DCF. അതുപോലെ ബെഞ്ച് മാർക്കിംഗിൽ വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്കിംഗ്, അവരുടെ പിയേഴ്സ് ആയിട്ട് ഉള്ള ബെഞ്ച് മാർക്കിംഗ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ആഡ് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ കമ്പനീസ് ആഡ് ചെയ്യാം. അതുപോലെ ബിസിനസ് ബെഞ്ച് മാർക്കിംഗ്, ബാക്കിയുള്ള കമ്പനീസ് ആയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അവരുടെ സ്ട്രെങ്ത് ഏതാണ്, ലൊക്കേഷൻ ഏതാണ്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഡീറ്റെയിൽസ്, പ്രൊമോട്ടർ എത്ര പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ്, അതിന്റെ ട്രെൻഡ്, പ്രൊമോട്ടർ ആണോ കൂടുതൽ എന്താ പറയുക സ്റ്റേക്ക് കൂട്ടുന്നത്, അതോ FIIs ആണോ, അങ്ങനത്തെ തുടങ്ങിയ കുറേ വർഷങ്ങളുടെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. കഴിഞ്ഞ 10 കൊല്ലത്തോളം ഉള്ള ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതൊരു ഫുൾ ഇൻഫർമേഷൻസ്, കണ്ടമാന ഇൻഫർമേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വെബ്സൈറ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇത് ഈ തിജോരി ഫിനാൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് സിറോദയ്ക്ക് ഇൻഫർമേഷൻസ്, ഫണ്ടമെന്റൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിയാണ്. tradingview.com ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ചാർട്ടിങ്ങിന്റെ എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് tradingview.com. ഈ കാണുന്നത് പെയ്ഡ് വെർഷൻ ആണ്, പക്ഷെ ഫ്രീ വെർഷനിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പെയ്ഡ് വെർഷനിൽ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. ഫ്രീ വെർഷൻ ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. യൂസ് ചെയ്യാത്തവര് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ.
വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് moneycontrol.com. നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ സൈറ്റിൽ എവിടെയെങ്കിലും കാണും. ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും അല്ല ഡീറ്റെയിൽസ് ഇരിക്കുന്നത്, പല പല ലൊക്കേഷൻസിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ വെബ്സൈറ്റ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കാണും. ന്യൂസ്, ഏർണിങ്സ്, F&O റിപ്പോർട്ട്സ്, ബിഗ് ഷാർക്ക് പോർട്ട്ഫോളിയോ, ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. എല്ലാവരും ഡെയിലി ചെക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ട്രേഡേഴ്സും വളരെ അധികം യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് moneycontrol.com. ഇതിന്റെ ഒരു പ്രോ വെർഷൻ ഉണ്ട്, അത് പെയ്ഡ് ആണ്. ബട്ട് ഫ്രീ വെർഷൻ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു ട്രേഡർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഒറ്റ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത്, കുറെ ആഡ്സ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഇറിറ്റേറ്റിംഗ് ആണ്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് വെബ്സൈറ്റ്, moneycontrol.com. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, പിന്നെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് ചാർട്ട് ഉണ്ട്, അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ്. ചാർട്ടിന്റെ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർകാസ്റ്റ്, ഇൻസൈറ്റ്സ്, അത് പെയ്ഡ് വെർഷൻ ഇതാണ്. ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്, ബിഗ് ഷാർക്ക് ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് ഈ പർട്ടിക്കുലർ ഷെയറിൽ, അങ്ങനത്തെ ഇൻഫർമേഷൻസ്. പിന്നെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ, ട്രാൻസ്ക്രിപ്റ്റ്സ്, അങ്ങനത്തെ ഡീറ്റെയിൽസ്. പിന്നെ ടെക്നിക്കൽ അനാലിസിസ്, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്. അതുപോലെ പ്രൈസ് ആൻഡ് വോളിയം, സീസണാലിറ്റി അനാലിസിസ്, അതുപോലെ ന്യൂസ്, ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റിയുള്ള ന്യൂസ്. പിന്നെ നമുക്ക് ഒരു മെസ്സേജ് ബോർഡ് ഉണ്ട്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിനകത്ത് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് എഴുതാം. അതുപോലെ ബ്രോക്കർ റിസർച്ച്, അവരുടെ ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ഏതൊക്കെ ബ്രോക്കറേജസ് ആണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, അതെല്ലാം ഇവിടെ അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ ബ്ലോക്ക് ഡീൽസ്, ഇൻസൈഡർ ട്രാൻസാക്ഷൻ സമ്മറി, കോർപ്പറേറ്റ് ആക്ഷൻ, എല്ലാം ഡിവിഡൻസ് ആണെങ്കിലും ബോണസ് ആണെങ്കിലും സ്പ്ലിറ്റ്സ് ആണെങ്കിലും ഒക്കെ ഇവിടെ കാണിക്കും. അതുപോലെ ഫിനാൻഷ്യൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് റവന്യൂ, പ്രോഫിറ്റ്,